ശരിക്കും ഇത് ഹിൻഡായിന്റെ ഒരു കണക്ട് കാർഡ് ഫീച്ചറാണ് ബ്ലൂ ലിങ്ക് എന്ന് പറയും. ബ്ലൂ ലിങ്കിനെ കണക്ട് ചെയ്ത ഫീച്ചറാണ്. നമ്മുടെ ഇൻബിൽഡ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ ഒരു സിം ഉണ്ട്, ഇലക്ട്രോണിക് സിം എന്ന് പറയും. ഈ സിം നമ്മൾ സിമ്പിൾ വേർഡിൽ ഈ സിം എന്ന് പറയും. ഈ സിം ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ച് പോവാം, പെട്ടെന്ന് നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വരും. എക്സാമ്പിൾ നമുക്കൊരു ഫാറ്റിക് ഫീൽ ചെയ്യോ തലകറക്കോ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിൻഡയിൽ ഒരു കോൾ വരും, എന്താണ് നമ്മുടെ സിറ്റുവേഷൻ. നമുക്ക് ഇപ്പോൾ പലരും ചോദിക്കും, നമുക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷനാണ്, നമുക്ക് എന്ത് പറ്റിയെന്ന് ആർക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പെട്ടെന്ന് പാനിക് സിറ്റുവേഷൻ വന്നു, വിത്തിൻ 10 seconds നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല, കോള് പോയിട്ട് റെസ്പോണ്ട് ചെയ്തില്ല, നിയറസ്റ്റ് എമർജൻസി സർവീസ് നമ്മുടെ അടുത്തേക്ക് വരും, തൊട്ടടുത്തേക്ക് വരും. പിന്നെ നെക്സ്റ്റ് സ്വിച്ച്, ഈ ഒരു ലോറിംഗ് സ്വിച്ച് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ടോയിങ് ഓപ്ഷൻ തന്നെയാണ്. വണ്ടി എവിടെയെങ്കിലും പെട്ടുപോയി, ഡീലറിനെ വിളിക്കണ്ട, തന്ന എക്സിക്യൂട്ടീവ് വിളിക്കണ്ട, ഒരുത്തനെ വിളിക്കണ്ട, സ്വിച്ച് ചെക്ക് ചെയ്യാൻ മതി. തൊട്ടടുത്ത സർവീസ് സെന്ററിൽ നിന്ന് വണ്ടി വരും, ലൊക്കേഷൻ ഉൾപ്പെടെ അവർക്ക് പോകും. നമ്മളിപ്പോ ഈ വെഹിക്കിൾ ഇപ്പൊ ആക്റ്റീവ് അല്ല, ആക്റ്റീവ് കഴിഞ്ഞാൽ കണ്ടോ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും. ലൊക്കേഷൻ ഉൾപ്പെടെ നിയറസ്റ്റ് സർവീസ് സെന്ററിലേക്ക് പോകും. വിത്തിൻ 30 minutes, മാക്സിമം 30 minutes പറയണേ, അതിനുള്ള ആളുകൾ. ഇത് ബ്ലൂ ലിങ്കിന്റെ ആക്ടിവേഷൻ ഫീച്ചറും ബ്ലൂ ലിങ്കിന്റെ ഫിസിക്കൽ ബട്ടൺസ് യൂസ് ചെയ്യുന്ന മെയിൻലി ഇതൊരു മറ്റുള്ള വെഹിക്കിൾസ് ഓഫർ ചെയ്യുന്നില്ല. കറക്റ്റാ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കറക്റ്റിൽ എല്ലാ മോഡൽസും ഈ ഒരു വണ്ടിക്കുന്നല്ല, എക്സ്റ്ററിലുണ്ട്, i20-ലുണ്ട്, NU-ലുണ്ട്, കറക്റ്റാ നോർമൽ കട്ടിലുണ്ട്, വേറെ എല്ലാ മോഡൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ ബ്ലൂ ലിങ്കിലുള്ള ഫീച്ചർ പക്ഷേ നല്ലൊരു ഫീച്ചറാണ്, കാലത്തിനകത്ത് മാറാലോ. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ഇവിടെയൊക്കെ പലതും ഒളിഞ്ഞിരിപ്പുണ്ട്. പണ്ട് തൊട്ട് മാർക്കറ്റിൽ എപ്പോഴും ഒരു 10 വർഷം മുന്നെയാണ് ഹിൻഡ ഹിൻഡ, ഇപ്പത്തേക്കല്ല വണ്ടിയാണ് 10 വർഷത്തേക്കുള്ള വണ്ടിയാണ്. അടുത്ത 10 വർഷത്തേക്കുള്ള കാര്യം ഇപ്പോഴേ അവർ ചിന്തിച്ചു ചെയ്യുന്നു. അതാണ് ഹിൻഡ. പിന്നെ ഗ്ലാസ് എന്താ കയറാത്ത? ഇവിടത്തെ ഗ്ലാസ് ഓപ്പൺ ആണല്ലോ. ഞാനീ വലിച്ചിടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പുറത്തോട്ട് പോണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോ നമുക്ക് നേച്ചർ ഫ്രണ്ട് കിട്ടും. ഞാൻ ഈ സമകാലം വെളുത്ത് കൊടുത്ത് സൺസ്ക്രീം ഉപയോഗിക്കൂ. ലിൻസി ഇപ്പൊ മേക്കപ്പ് ഒക്കെ ഇടണ കണ്ടോട്ടാ. ബാഗ് കണ്ടാ നീ? ബാഗ് തുറന്നാ ഓടും. ഇതെന്താണ് ഡ്രൈവ് മോഡ്? നമുക്ക് ഇതിനെ കുറിച്ച് വിവരിക്കാം. നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് വെഹിക്കിൾ വരുന്നുണ്ട്. ഇത് നമ്മൾ ടോക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഇപ്പം സ്പോർട്സ് മോഡ് റെഡ് വന്നിട്ടുണ്ടോ? പിന്നെ ഒന്ന് ടോക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈക്കോ മോഡ്, നോർമൽ മോഡ് എന്ന് വെച്ചാൽ ഈ മോഡുകൾ മാത്രമല്ല, ഇതിൽ തന്നെ വെഹിക്കിൾ ഇതായിട്ട് ശരിക്കും ഷിഫ്റ്റ് ആവും. സെൻസേഴ്സ് ആണ്. നമ്മൾ ഈ സ്പോർട്സ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് നോക്കരുത്, ഫുൾ പെർഫോമൻസ് ആയി. പവറിന് വേണ്ടി മാത്രം സ്പോർട്സ് മോഡ്. ഇത് ശരിക്കും ഈവിനെക്കാട്ടിയും കുറച്ചും കൂടെ നമുക്ക് പറയാൻ എളുപ്പം ഐസ് എഞ്ചിനാണ്. എന്ന് വെച്ചാൽ ഇന്റർണൽ കമ്പഷൻ എഞ്ചിനിലാണ് പറയാൻ സുഖം. പെട്രോളൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ RPM എന്നൊരു സംഭവം ഉണ്ട്. ഇവിടെ RPM ഇല്ല. ആ വണ്ടിന്റെ RPM എപ്പോഴും ഒരു 3000 നിന്നോളൂ. RPM എപ്പോഴും ഹൈ ആയിരിക്കും. എപ്പോഴും നമുക്ക് ആ ഒരു പെർഫോമൻസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് നേരെ തിരിച്ച് ഈക്കോ മോഡിലാക്കി കഴിഞ്ഞാൽ നേരെ RPM ലോ ആവും. എത്ര ഷൗട്ടിയാലും വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടില്ല, മൈലേജ് മാത്രം. അത് നമുക്ക് ഡ്രൈവിൽ തന്നെ ഫീൽ ചെയ്യും. വെഹിക്കിൾ ആ പെർഫോമൻസ് ലിമിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പ്രോപ്പർ വർക്കിംഗ് ആണ്, ചുമ്മാ സ്വിച്ച് അല്ല, പ്രോപ്പർ വർക്കിംഗ് സ്വിച്ചസ് ആണ്. അപ്പൊ ലിൻസി എടുത്തിട്ട് കാര്യമില്ല, ലിൻസി എപ്പോഴും ഏറ്റവും ടോപ്പിലിടും. ഇല്ല അത് വണ്ടി എത്തിയിട്ടില്ല. വണ്ടി എക്സ്റ്റർ